അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് അപ്പോൾ മോർണിംഗിൽ നമുക്ക് ഇന്ന് എന്താ ചെയ്യുക, കുറച്ച് കൃഷി പരിപാടികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് നാളുകൊണ്ട് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് ഒരു ട്രൈക്കോഡെർമ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് മിത്രക്കുമ്പിൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് വെച്ചിട്ട് കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അല്ലാണ്ട് ചെയ്തിട്ടൊന്നും ഒരു ഫലവും ഇല്ലെന്ന്, എല്ലാം ഇല്ലാണ്ടായി പോകും. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ മണ്ണിലുള്ള കീടങ്ങളോ അണുക്കളോ എന്തെങ്കിലും അതിൻ്റെ വേസ്റ്റ് മുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെന്താ ഇല്ലാണ്ടായി പോകും. അപ്പോൾ ഞാൻ വീട്ടിലെ കോഴിയുടെ വേസ്റ്റൊക്കെ, അതായത് കോഴിക്കാരം ഇവിടെ തിരുവനന്തപുരത്ത് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അത് വേസ്റ്റ് വിട്ട് നമ്മുടെ ട്രൈക്കോഡെർമയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മണ്ണിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി മണ്ണിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളൊക്കെ ചെടിയെ ബാധിക്കത്തില്ല. അങ്ങനെ മാക്സിമം നല്ല രീതിയിൽ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല നീളം അതായത് മതിലിൻ്റെ സൈഡിലാണ് കേട്ടോ ഈ മണ്ണുകൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മൊത്തം ഒരു ചെറിയൊരു കുഴി കുഴിച്ചിട്ട് ഞാൻ ഈ മിക്സ് ഇതിലിടുകയാണ്. കാരണം ഇത് നല്ലൊരു ജീവാണു വളമാണ്. ഞാൻ സാധാരണഗതിയിൽ കൃഷിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. നമ്മൾ മാക്സിമം 0 ബജറ്റാണ് നോക്കാറ്. ഇതിപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ആധികാരികമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റെഡ് ലേഡി പപ്പായാണ് കേട്ടോ നോക്കുന്നത്. ഒന്ന് കാച്ചിട്ടുണ്ട്. ഇതിനൊരു അതിജീവനത്തിൻ്റെ കഥയുണ്ട് കേട്ടോ. റെഡ് ലേഡിയും ഇത്രയാക്കാൻ എടുക്കപ്പെട്ട പാട് എനിക്ക് മാത്രം അറിയാം. പിന്നെ നമ്മുടെ വേസ്റ്റ് മഹാഗണി മരത്തിൻ്റെ ഇലയാണ് കേട്ടോ. ഈ ഇല ഇതിൻ്റെ നന്നായിട്ട് പുതയിടുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു തണുപ്പ് കിട്ടും. പിന്നെ എന്തെങ്കിലും വിത്തിട്ട് കഴിഞ്ഞാൽ കുറച്ച് നനവ് കിട്ടും. ഇപ്പോൾ എന്തായാലും വെയിലാണല്ലോ. അപ്പം ആ ഒരു ഇതിന് ഒരു പുതയിടൽ രീതിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണ്. പിന്നെ അത് എവിടെ കണ്ടു, ഇവിടെ എന്നെ ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. എൻ്റെ ബേക്കിൽ നിന്ന് ഇങ്ങനെ നടക്കുക, ഒരു രക്ഷയില്ല. പിന്നെ നമ്മുടെ ഓലക്കാലിലുണ്ടൊക്കെ നന്നായിട്ട് കോഴി ശല്യം നമുക്കുണ്ടല്ലോ, കോഴികളുണ്ടല്ലോ, അതാണല്ലോ മെയിൻ കാര്യം. അങ്ങനെ അതെല്ലാം വെച്ചു ഓസിൽ. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നനച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. നമ്മൾ ഇത്രയും ജോലി ചെയ്തിട്ട് ആ ഒരു നനവ് ഈ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കിടക്കുമ്പം ഈ വെയിലത്ത് ഈ നനവൊക്കെ നനയ്ക്കുമ്പോഴേ, അതായത് വെള്ളമൊക്കെ നനയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ആ ഒരു സ്ഥലം കാണാനും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ അതെല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനലാണ് ഇതൊക്കെ ചെയ്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. കാണുമ്പോൾ എനിക്ക് എൻ്റെ ഒരു മനസ്സുഖം. ഇനി ഇതിൻ്റെ അപ്ഡേഷൻ പുറത്ത് വരുന്നുണ്ട്. എവിടെ എൻ്റെ കൂടെ നടക്കുക, അവൾക്ക് വെള്ളം ഒഴിക്കണം, പൈപ്പിൽ വെള്ളം ഒഴിക്കണം നമ്മൾ എൻ്റെ കൂടെ നിന്ന് ഒരേ വാശി. പിന്നെ ഞാൻ കൊടുത്തു, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര തൊല്ല കേസാവും കേട്ടോ. പിന്നെ പെൺമക്കൾക്ക് സാധാരണ അച്ഛന്മാരുടെ ഒരു പ്രത്യേക സ്നേഹമാണല്ലോ, അതുപോലെ തിരിച്ചും അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഈ വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുക. പിന്നെ പനി വന്നാൽ പണി കിട്ടും. പക്ഷേ പനി വന്നു നമുക്കിപ്പോൾ കുഞ്ഞിന് പനിയാണ്. വെള്ളത്തിൽ കളിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്, പനിയായി. അങ്ങനെ അത് ഇനിയാണ്. ഇപ്പം നമുക്ക് ആ പനിക്ക് മുന്നേ ഉള്ള കോലാഹലങ്ങളാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇത് ഫൈനൽ സ്റ്റേജാണ് കേട്ടോ.